സിഗരറ്റ്, പാൻ മസാല തുടങ്ങിയ സിൻഗുഡ്സ് വിഭാഗത്തിൽപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള പുതിയ നിയമങ്ങൾ ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പാസാക്കിയ 2 സുപ്രധാന ബില്ലുകളാണ് ഈ മാറ്റത്തിന് കാരണമാകുന്നത്. സിഗരറ്റ്, പാൻ മസാല, മറ്റു പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് സാധാരണ നികുതിക്ക് പുറമെ സെസ്സും എക്സൈസ് ഡ്യൂട്ടിയും അടക്കം നികുതിയുണ്ട്. ഇത് വളരെ ഭീമമാണ്. കാലാകാലങ്ങളായി ഇത് വർദ്ധിക്കുന്നുമുണ്ട്. ഇതിന് പുറമെയാണ് സിഗരറ്റിനും പാൻ മസാലയ്ക്കും മറ്റു പുകയില ഉൽപ്പന്നങ്ങൾക്കും നികുതി കൂട്ടാൻ ലക്ഷ്യമിട്ട് 2 പുതിയ നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയത്. ഈ പരിഷ്കാരം TC, ഗോഡ്ഫ്രൈ ഫിലിപ്സ് തുടങ്ങിയ സിഗരറ്റ് പുകയില കമ്പനികളുടെ ഓഹരി വിലയിൽ കനത്ത ഇടിവുണ്ടാക്കി. നികുതി വർധനവ് കമ്പനികളുടെ ലാഭക്ഷമതയെ ബാധിക്കുമെന്ന വിലയിരുത്തലാണ് വിപണിയെ സ്വാധീനിച്ചത്. പാൻ മസാല, സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുമേൽ നിലവിലുള്ള നികുതിക്ക് പുറമെ ആരോഗ്യ രാജ്യസുരക്ഷാ സെസ്, ഹെൽത്ത് ആൻഡ് നാഷണൽ കലാമിറ്റി കണ്ടിജൻസി ഡ്യൂട്ടി വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര തീരുമാനം. പാൻ മസാലയ്ക്ക് മേൽ ആരോഗ്യ രാജ്യസുരക്ഷാ സെസ് ചുമത്താനും സിഗരറ്റ്, പുകയില അടക്കമുള്ളവയ്ക്ക് മേലുള്ള കേന്ദ്ര എക്സൈസ് തീരുവ കൂട്ടാനുമുള്ള 2 ബില്ലുകൾ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പാസാക്കിയതോടുകൂടി ഇനി പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. എല്ലാത്തരം സിഗരറ്റുകൾ, പാൻ മസാല, ചവയ്ക്കുന്ന പുകയില, അതായത് ച്യൂയിങ് ടുബാക്കോ, മറ്റു പുകയില അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇത് ബാധകമാകും. എക്സൈസ് തീരുവയിലെ മാറ്റമാണ് പ്രധാനം. പുകയില ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവ 64% നിന്നും 70% ഉയർത്തി. പ്രധാന ലക്ഷ്യം പുകയില ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിനൊപ്പം സർക്കാർ ഖജനാവിലേക്ക് കൂടുതൽ വരുമാനം കണ്ടെത്തുക എന്ന് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം. ഈ മാറ്റം പുകയില ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വലിയ വർധനമുണ്ടാക്കിയേക്കെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ ചില സാങ്കേതികത്വങ്ങളുണ്ട്. ഒന്ന്, GST നഷ്ടപരിഹാര സെസ് ആണ്. GST കോമ്പൻസേഷൻ സെസ്. സംസ്ഥാനങ്ങൾക്ക് GST മൂലം ഉണ്ടാകുന്ന വരുമാന നഷ്ടം നികത്താൻ ഏർപ്പെടുത്തിയിരിക്കുന്ന സെസ് ഉടൻ അവസാനിച്ചേക്കാം. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ലഭിക്കേണ്ട നികുതി വരുമാനം കുറയാതിരിക്കാനാണ് എക്സൈസ് തീരുവയിൽ മാറ്റം വരുത്തുന്നത്. ഇനി നികുതി പുനർക്രമീകരണമാണ്. ചുരുക്കത്തിൽ ഉപഭോക്താവ് നൽകുന്ന മൊത്തം നികുതിയിൽ വലിയ വ്യത്യാസമില്ലാതെ തന്നെ ആ തുകയുടെ വിഹിതം GSTയിൽ നിന്നും എക്സൈസ് ഡ്യൂട്ടിയിലേക്ക് മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്നിരുന്നാലും മൊത്തം നികുതി ഭാരം വർദ്ധിക്കുന്നത് സിഗരറ്റ് ഉൾപ്പെടെയുള്ളവയുടെ വില നേരിയ തോതിൽ ഉയരാൻ കാരണമായേക്കാം. ഫെബ്രുവരി 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ പുകയില ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമുണ്ടാകാൻ എന്തായാലും സാധ്യതയുണ്ട്. പുകയില ഉപയോഗം കുറയ്ക്കുക എന്ന ആരോഗ്യപരമായ ലക്ഷ്യത്തിനൊപ്പം തന്നെ നികുതി വരുമാനം സുരക്ഷിതമാക്കുക എന്ന സാമ്പത്തിക ലക്ഷ്യവും ഈ നിയമത്തിന് പിന്നിലുണ്ട്. വില ഏറ്റവും കൂടുതൽ ഉയരാനിടയുള്ള സിഗരറ്റ് ബ്രാൻഡുകൾ ഗോൾഡ് ഫ്ലേക്ക് പ്രീമിയം, റെഡ് ആൻഡ് വൈക്കിംഗ് സെസ്, ക്ലാസിക് ആൻഡ് മാൽബറോ, നേവി കട്ട് തുടങ്ങിയവയാണ്. പുകയില ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ നികുതി കൂട്ടുമ്പോൾ അത് വിൽപ്പനയെ ബാധിക്കുമെന്ന ആശങ്കയിൽ തന്നെയാണ് എന്തായാലും നിക്ഷേപകർ. കൂടാതെ നികുതി കൂടുമ്പോൾ അനധികൃത പുകയില വിപണി സജീവമാകാൻ സാധ്യതയുണ്ടെന്ന് നിരവധി സാമ്പത്തിക വിശകലന ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കമ്പനികളുടെ മൊത്തത്തിലുള്ള ഉൽപ്പാദന ചെലവിൽ 22 മുതൽ 28% വരെ വർധനമുണ്ടായേക്കാം. നിലവിൽ ഇന്ത്യയിൽ സിഗരറ്റിന്റെ വിൽപ്പന വിലയുടെ 53% നികുതിയായി ഈടാക്കുന്നത്. ലോകാരോഗ്യ സംഘടന 75% ശുപാർശ ചെയ്യുന്നത്. ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്ന 75%-ത്തേക്കാൾ കുറവാണിതെന്നും ഉപയോഗം കുറയ്ക്കാൻ നികുതി ഇനിയും വർദ്ധിപ്പിക്കണമെന്നുമാണ് എന്തായാലും സർക്കാർ പറയുന്നത്.